സിമെന്റ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഈ ബ്രാൻഡിങ്ങും അഡ്വർടൈസിങ്ങും കാരണം ആൾക്കാരുടെ മനസ്സിലുണ്ട്. ജനറലി നമുക്ക് അവരുടെ മനസ്സിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്തത് നിങ്ങൾക്ക് ഇതിൽ കോസ്റ്റ് കുറഞ്ഞത് ചെയ്യാട്ടോ എന്ന് പറഞ്ഞാലും വീടിന്റെ കെട്ടുറപ്പിനെയാണ് അവരുടെ മനസ്സിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അയ്യോ എന്തെങ്കിലും പറ്റുമോ. നിങ്ങളൊരു വലിയ ബ്രാൻഡ് വില കൂടിയ ഒരു സിമെന്റ് എടുത്തിട്ട് അത് വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വാർക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരു സിമെന്റ് എടുത്തിട്ട് അതിനുശേഷം വെള്ളം ഒത്തിരി കൂടുതൽ ഒഴിക്കുകയും നിങ്ങൾ പണിക്കാരുടെ അവരുടെ ഒരു എളുപ്പം നോക്കിയിട്ട് കൂടുതൽ കൂടെ പണിക്കാരന് എന്താ പറയാ, വെള്ളം ഒഴിച്ചാലേ ഇരിക്കുള്ളൂ, വെള്ളം ഒഴിച്ചാലേ അത് ഇടയിൽ കയറുള്ളൂ എന്ന് പറയും. അവിടെയാണ് ഒരു എഞ്ചിനീയറിന്റെ സൂപ്പർവിഷൻ വരേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മുടെ സൈറ്റിൽ ഈ വർക്കബിലിറ്റി, അതായത് എത്ര എളുപ്പത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്ന വർക്കബിലിറ്റി കൂട്ടാൻ നമ്മൾ അതനുസരിച്ച് അഡ്മിക്സേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട് പണിയുമ്പോൾ വെള്ളം വാരിക്കൊഴി ഒഴിച്ചിട്ട് ഇത് അപ്പൊ അങ്ങനെ വെള്ളം വാരിക്കൊഴി ഒഴിക്കുന്നതോടുകൂടി നിങ്ങൾ വില കൂടിയ സിമെന്റ് എടുത്തതിന്റെ എല്ലാ ഗുണവും മെച്ചമൊക്കെ പോയി. ബ്രാൻഡ് അല്ല ഇമ്പോർട്ടൻസ്, പ്രോസസ് ആണ് ഇമ്പോർട്ടൻസ്. ആ ചെയ്യുന്ന സമയത്തുള്ള ഒരാളുടെ എത്രമാത്രം പ്രോപ്പർ സൂപ്പർവിഷനിലാണ്, എത്രമാത്രം വെള്ളമുണ്ട്, അന്ന് മഴയുണ്ടോ, മഴത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, അത് ചെയ്യുമ്പോൾ അതിന്റെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് വെച്ച് അത് ഹാൻഡിൽ ചെയ്ത് ചെയ്യണം.